എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സർവീസിനായിട്ട് വന്നിട്ടുള്ളത് OnePlusൻ്റെ നോഡ് എന്ന് പറഞ്ഞ ഫോണാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ബട്ടൺ വർക്കാവുന്നില്ല. പവർ ബട്ടൺ നമുക്ക് ശരിയാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഫോൺ മുഴുവനായിട്ട് അഴിക്കേണ്ടതുണ്ട്. ബാക്കിൽ കാണുന്ന ഈ ഗ്ലാസ് അഴിച്ചു കഴിഞ്ഞാൽ മാത്രം നമുക്ക് മദർ ബോർഡ് അഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കാണുന്ന ബാക്കിൽ ഗ്ലാസും പൊട്ടിയിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ക്യാമറയുടെ ഭാഗത്തായിട്ട് പൊട്ടിയിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാം. പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഗ്ലാസ് മാറേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് സെറ്റ് അയച്ചു കൊടുക്കാം. OnePlusൻ്റെ നോഡ് എന്ന് പറഞ്ഞാൽ ഈ ഫോണിൻ്റെ ബാക്ക് ഗ്ലാസ് ഫസ്റ്റ് ടൈം നമ്മൾ അഴിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും, നല്ല ടൈറ്റ് ആയിരിക്കും അത്. അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടാൽ മാത്രം നമുക്ക് ഈ ഗ്ലാസ് പൊട്ടാതെ ഊരിയെടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് ഓൾറെഡി ഡാമേജ് വന്നിട്ടുണ്ട്. എന്നാലും നമ്മൾ മാക്സിമം ട്രൈ ചെയ്ത് ബാക്കിയുള്ള വശം പൊട്ടാതെ നോക്കുകയാണ്. കുറച്ച് വശമൊക്കെ പെയിൻറ്റ് പോയതായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ ഉള്ളിലെ. അപ്പോൾ ഏതായാലും നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുവാണ്. ആ വീഡിയോ സ്പീഡാക്കാം കേട്ടോ. അപ്പോൾ അത് നമ്മൾ ആ ഗ്ലാസ് എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ കാണുന്നതാണ് ഫോണിൻ്റെ ഉൾവശം. അപ്പോൾ അതിൽ മുകൾ വശം കാണുന്നത് ക്യാമറയുടെ ആ മൊഡ്യൂളിൻ്റെ ഭാഗത്താണ് മദർ ബോർഡ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ പോർഷൻ മാത്രം അഴിച്ചാൽ മതി. പവർ സ്വിച്ചിൻ്റെ കണക്ഷനൊക്കെ അവിടെ നിന്നാണ് പോകുന്നത്. താഴെ ചാർജിങ്ങിൻ്റെ സൈഡിലൊന്നും അഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിവിടെ കാണുന്ന ഈ സ്ക്രൂകൾ അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പവർ സ്വിച്ച് മാറ്റാവുന്നതാണ് കേട്ടോ. നമ്മളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ മുന്നോട്ടുള്ള വർക്കിന് സഹായിക്കുന്നത് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇതാണ് പഴയ നമ്മുടെ പവർ സ്വിച്ചിൻ്റെ കണക്ഷൻ വരുന്നത് കേട്ടോ. ഒരു സ്ട്രിപ്പാണ് വരുന്നത്. ഇന്നറെന്ന് പറയും, ഈ കാണുന്ന ഔട്ടറെന്നും പറയും. പുറത്തെ സ്വിച്ചിനെ നമ്മൾ ഔട്ടറെന്നും പറയും. അപ്പോൾ ഔട്ടറും കംപ്ലൈൻ്റ് ആണ്, ഇന്നറും കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഇന്നറിൻ്റെ ഉള്ളിലെ ഒരു ചെറിയൊരു മൈക്രോ സ്വിച്ച് വരുന്നുണ്ട്. ആ സ്വിച്ച് കംപ്ലൈൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോൺ ഓൺ ആക്കാനും അതുപോലെ ലോക്ക് ആക്കാനൊന്നും പറ്റില്ല. പവർ ഓൺ ആക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന പുതിയത് ഇൻസ്റ്റാൾ ചെയ്യാം കേട്ടോ. ആ വീഡിയോ ഒന്ന് സ്പീഡാക്കുകയാണ്. അപ്പോൾ അത് ഈ കാണുന്ന സ്വിച്ചാണ് നമ്മൾ മാറ്റിയത് കേട്ടോ. അപ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് ടിപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, മൈക്രോ സ്വിച്ചിലേക്ക് പുഷ് ആവുന്ന ഭാഗത്ത് പൊടിഞ്ഞു പോയിട്ടുണ്ട്. ഇതിൻ്റെ പഴയ സ്വിച്ചാണ് കേട്ടോ, അല്ലെങ്കിൽ ഇന്നറെന്ന് പറയും. ആ ഇന്നർ കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ അത് മാറിയിട്ടുണ്ട്. നമ്മൾ പുതിയത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഇപ്പോൾ സ്വിച്ച് പ്രോപ്പറായിട്ട് പ്രസ് ആവുന്നുണ്ട്. പിന്നെ ഈ സൈഡിൽ ഓപ്പണായ ഭാഗത്ത് അടയ്ക്കുന്ന ക്ലോസ് ചെയ്യുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പീസും ഉണ്ട്. അത് വെച്ച് നമ്മളത് അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞ്. ഇനി നമുക്ക് മദർ ബോർഡൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ഫോണിൻ്റെ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. അതിന് മുന്നായിട്ട് കുറച്ച് കാര്യം കൊണ്ട് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ സ്വിച്ച് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണ്ടോ ഇല്ലയെന്ന് നോക്കുവാണ് കാണുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ച് സെറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ ഈ തെർമൽ പേസ്റ്റ് കട്ട പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, അത് നല്ല സോളിഡ് ഫോമിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല പഴക്കം ചെന്നാരനോട് ഇങ്ങനെ പറ്റിയത്. അപ്പോൾ നമുക്കിത് മാറ്റി പുതിയത് ഇൻസ്റ്റാൾ ചെയ്തതാണ് കേട്ടോ. പുതിയ നല്ല ഫ്രഷ് പേസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഹീറ്റ് കണ്ടക്ഷൻ നന്നായിട്ട് നടക്കും. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ലൈഫ് കൂടുതൽ കാലം കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇതിലുണ്ടായിരുന്നത് കളഞ്ഞിട്ട് പുതിയ പേസ്റ്റ് തേക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും പേസ്റ്റ് തേക്കുമ്പോൾ നമ്മൾ സിൽവർ കണ്ടൻറ്റുള്ള പേസ്റ്റാണ് പ്രിഫർ ചെയ്യേണ്ടത്. അത് തേച്ച് കഴിഞ്ഞാൽ മാത്രമാണ് കുറേ നാൾ ഈട് നിൽക്കുകയും അതുപോലെ തന്നെ നല്ല ഹീറ്റ് കണ്ടക്ഷൻ നടക്കുകയും ചെയ്യുന്നത് കേട്ടോ. സിലിക്കോൺ ടൈപ്പ് വില കുറവിന് കിട്ടുന്നുണ്ട്. ആ ട്യൂബ് ഒരിക്കലും വാങ്ങി ഉപയോഗിക്കരുത്. അപ്പോൾ ബാക്കി വന്ന കുറച്ച് തെർമൽ പേസ്റ്റ് നമ്മൾ ക്യാമറ മൊഡ്യൂളിൻ്റെ അതുപോലെ തന്നെ EMMCയുടെ മുകളിലൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹീറ്റ് കണ്ടക്ഷൻ പ്രോപ്പറായിട്ട് നടന്നുകൊണ്ട് നേരിച്ചിട്ടാണ്. അപ്പോൾ ആ കാണുന്ന ബ്ലാക്ക് തെർമൽ പാഡുകളിലാണ് നമ്മൾ തേച്ച് കൊടുത്തത് കേട്ടോ. നമ്മളപ്പോൾ കണക്ഷൻസൊക്കെ പ്രോപ്പറായിട്ട് തിരിച്ചു കൊടുത്ത് നമ്മളെ
സെറ്റാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഇത് ഇവിടെയൊക്കെ പേസ്റ്റൊക്കെ അത് പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. മെയിൻ ക്യാമറ എല്ലാം. അപ്പോൾ അത് ലെൻസൊക്കെ നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യും കേട്ടോ. നമുക്ക് ബാറ്ററിയോട് വെച്ചിട്ടതിന് ശേഷം ഈ ഷീൽഡ് ക്ലോസ് ചെയ്യാനായിട്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയാണ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്ന് അറിയാനായിട്ട്. നമുക്ക് ബാറ്ററി വെക്കാം. ബാറ്ററിയിൽ സ്റ്റിക്കറെല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. അതിനുശേഷം പ്രോപ്പറായിട്ട് ബാറ്ററി വെച്ച് കണക്ട് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഈ ഷീൽഡ് ക്ലോസ് ചെയ്യേണ്ടത് കേട്ടോ. ആൻറ്റിനയും മറ്റു കാര്യങ്ങളൊക്കെ ഇതിനകത്താണ് വരുന്നത്. നമ്മളിത് പ്രോപ്പറായിട്ട് ക്ലോസ് ചെയ്യുവാണ്. ലോക്കെല്ലാം കറക്റ്റായിട്ട് ഇട്ടതിന് ശേഷം സ്ക്രൂ എല്ലാം ആയിട്ട് നമ്മളിത് ഫിനിഷ് ചെയ്യുകയാണ്. പുറകിൽ ഗ്ലാസ് ചിലപ്പോൾ മാറേണ്ടായിരുന്ന കാരണം നമ്മൾ ഗ്ലാസ് ഒട്ടിക്കുന്ന വീഡിയോ ഒന്നും കാണിക്കുന്നില്ല. അത് നമ്മൾ കസ്റ്റമറോട് ചോദിച്ചിട്ട് അടുത്ത ദിവസം ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ ഇങ്ങനെ വെച്ച് ഓണാക്കുകയാണ്. സെറ്റിൻ്റെ പവർ ബട്ടൺ വർക്ക് ചെയ്യണമെന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോഴത്തേ നമ്മൾ ബാക്കിൽ സ്ക്രൂകളെല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് വെറുതെ ബാക്കിലെ ഗ്ലാസ് വെറുതെ ചുമ്മാ വെക്കാം. ലെൻസ് ഒന്നും കൂടി നമ്മൾ ബഡ്സ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ സെറ്റ് വർക്ക് ചെയ്യാണ്. പവർ ബട്ടൺ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ കുറേ പ്രശ്നം ചെക്ക് ചെയ്ത് നോക്കി. പുതിയ വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ.